മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ഉപവേദങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഋഗ്വേദത്തിൻ്റെ ഉപവേദം, അർത്ഥശാസ്ത്രം, യജുർവേദത്തിൻ്റെ ഉപവേദം, ധനുർവേദം, ഇനി സാമവേദത്തിൻ്റെ ഉപവേദം. ഭഗവത്ഗീതയിലെ കൃഷ്ണൻ വേദാനാം സാമവേദോസ്മി എന്ന് പറയുന്നുണ്ട്. സാമവേദമാണ്. 5000-ഓളം മന്ത്രങ്ങള് ഗാനരൂപത്തില് യാഗശാലയിലേക്ക് വരുന്ന ദേവതമാരെ സന്തോഷിപ്പിക്കാനായിട്ട് ഉദ്ഗാതാക്കൾ എന്ന് പറയുന്ന പുരോഹിതന്മാര്, ഉദ്ഗാതാക്കൾ എന്ന് പറഞ്ഞാൽ ചൈതന്യവത്തായി പാട്ട് പാടുന്നവര്. സാമവേദം കേൾക്കുകയാണെങ്കിൽ നല്ല രസമാണ്. ശരിക്കും സാമവേദം കേൾക്കാൻ പുണ്യം കിട്ടണം. 1-2 പേരെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ജീവിച്ചിരിക്കുന്നുള്ളൂ ഭംഗിയായിട്ട് സാമവേദം ആലപിക്കുന്നവര്. ഗ്രാമഗേയ ഗാനങ്ങള്, ഗ്രാമത്തിൽ ആലപിക്കേണ്ട മന്ത്രങ്ങള്, ആരണ്യഗേയ ഗാനങ്ങള്, കാട്ടിൽ ആലപിക്കേണ്ടത്, അതുപോലെ തന്നെ ക്ഷോഭഗാനങ്ങള്, സാമഗാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ക്ഷോഭരൂപത്തില് ആലപിക്കേണ്ടത്, പിന്നെ മനസ്സിനകത്ത് മാത്രം ജപിക്കേണ്ട മന്ത്രങ്ങള്, ഇങ്ങനെയുള്ള പല പല മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളുടെ എല്ലാം രാഗം വളരെ വ്യത്യാസമുണ്ട്. ആ സാമവേദത്തിൽ നിന്നാണ് 14 ശ്രുതികൾ ഉണ്ടായത് എന്ന് പറയാറുണ്ട്. സാമവേദം ആലപിക്കുന്നവരെ കൈ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 8ാമത്തെ സ്വരം, 8 ശ്രുതി, 9, 15, 20 ഇങ്ങനെ അവർ കൈ മാറ്റിക്കൊണ്ടേയിരിക്കും. 14 ജോയിന്റുകളുള്ളതിലേക്ക് വിരല് മാറ്റിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമവേദം പഠിപ്പിക്കുക. സാമവേദം പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ്. ഒരു 5-6 കൊല്ലമെങ്കിലും ഇരിക്കണം. മറ്റ് വേദങ്ങളൊക്കെ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഉണ്ടെങ്കിൽ വായിക്കാൻ പഠിക്കാൻ പറ്റും. സാമവേദം വായിക്കാൻ പോലും പഠിക്കാൻ പറ്റില്ല. ആ സാമവേദത്തിൻ്റെ ഉപവേദമാണ് ഗാന്ധർവവേദം. ഗാന്ധർവവേദത്തിനകത്ത് എന്താ ആണ് കണ്ടന്റ് എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് സംഗീതം ഗാന്ധർവവേദത്തിൻ്റെ ഭാഗമാണ്. സംഗീത ഉപകരണങ്ങൾ, സ്ട്രിങ് ഉപകരണങ്ങൾ, മെംബ്രെയിൻ ഉപകരണങ്ങൾ, വിൻഡ് ബ്ലോയിങ് ഉപകരണങ്ങൾ, കാറ്റുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന ഓടക്കുഴല്, നാദസ്വരം, ഇതെല്ലാം അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. മെംബ്രെയിൻ ഉപയോഗിച്ച് ചെണ്ട, തബല, അങ്ങനെയുള്ളത്, ഇടയ്ക്ക എല്ലാം വിവരിച്ചിട്ടുണ്ട്. സ്ട്രിങ് ഉപയോഗിച്ചത് നമ്മൾ ബുൾബുളൊക്കെ പറയുന്ന പോലെ, വീണ, അങ്ങനെയുള്ളത്, തമ്പുരു എല്ലാം വിവരിച്ചിട്ടുണ്ട്. പ്രിമിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കാം വിവരിച്ചിരിക്കുന്നത്. അതിൻ്റെ റിഫൈൻഡ് ഫോമാണ്, ഇതിൻ്റെ ഇലക്ട്രോണിക് ആയിട്ട് മാറ്റിയിട്ടുള്ള ഫോമുകളുമാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഗാന്ധർവവേദം എന്ന് പറയുന്നത് സംഗീതം, സംഗീത ഉപകരണങ്ങൾ, നൃത്തം, ഭരതമുനിയുടെ നൃത്തശാസ്ത്രം, നാട്യശാസ്ത്രം, ഭരതമുനിയുടെ നാട്യശാസ്ത്രം. ഭരതമുനി എന്ന് വെച്ചാൽ ഒരു മുനിയാണ്. മുനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അറിയാമോ? ശരിക്ക് മുനി എന്ന് പറഞ്ഞാൽ ദുഃഖേഷു അനുദ്വിഗ്നവന, സുഖേഷു വിഗതസ്പൃഹ, വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യത്തെ. ദുഃഖം വരുമ്പോൾ തളരാത്ത ആള്, സന്തോഷം വരുമ്പോൾ എക്സൈറ്റഡ് ആവാത്ത ആള്, ഒന്നിനോടും ബന്ധനമില്ലാത്ത ആള്, അതുപോലെ തന്നെ ദേഷ്യമില്ലാത്ത ആള്, ഭയമില്ലാത്ത ആള്. ഈ 5 ക്വാളിറ്റി കൂടാതെ സ്ഥിതധീ, സ്ഥിത സ്ഥിരമായിട്ടുള്ള, ധീ വിസ്ഡം, സ്ഥിതധീ ബുദ്ധി വൈഭവം, സ്ഥിരമായിട്ട് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ആളാരാണോ അയാളെയാണ് മുനി എന്ന് പറയാം. പിന്നെ മഹർഷിയും സന്യാസിയൊക്കെ വേറെയാണ്. ഈ ഭരതമുനി ഈ 6 ക്വാളിറ്റി ഉണ്ടായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഭരതമുനി എന്ന് പറയുന്നു. അദ്ദേഹമാണ് നാട്യശാസ്ത്രം എഴുതിയത്. നിങ്ങൾക്ക് ജീവിതത്തിൽ സാധിക്കുമെങ്കിൽ ഒരിക്കലെങ്കിലും നാട്യശാസ്ത്രം വായിക്കണം. എക്സ്പെർട്ട് ആവാനൊന്നുമല്ല, ഈ ഇത്രയും അഗാധമായിട്ടുള്ള അറിവ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വിവാഹത്തിന് പോകുമ്പോൾ ആ വീട്ടിലേക്ക് നടന്ന് കയറേണ്ട രീതി, മരണ വീട്ടിലേക്ക് നടന്ന് കയറേണ്ട രീതി, സമ്മേളന വേദിയിലേക്ക് നടന്ന് കയറേണ്ട രീതി, കായിക മത്സരങ്ങൾ നടക്കുമ്പോൾ നടന്നു കയറേണ്ട രീതി,
അത് കലാപരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ നടന്ന് കയറേണ്ട രീതി, ഭാഗവത സപ്താഹം നടക്കുമ്പോൾ നടന്ന് കയറേണ്ട രീതി, ഇങ്ങനെ നടന്ന ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ച് നമ്മളൊരു കാര്യത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് 64 തരത്തിലുള്ള നടത്തം അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ചിരി, ദുഃഖം, വേദന, ഇങ്ങനെ ആയിരക്കണക്കിന് ശാരീരിക ഭാഷകൾ, ബോഡി ലാംഗ്വേജ്, അത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട്. ഞാനൊരു 5 മണിക്കൂർ ഇരുന്ന് വിവരിച്ചാലും ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൻ്റെ കണ്ടന്റിൻ്റെ 0.1% പോലും ആവില്ല. പിന്നെ ഒരു കാരണം ഞാൻ വായിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ കാര്യമായിട്ട്. അതിൽ കുറച്ച് വിവരണം. കമലദളം എന്ന സിനിമയില് മോഹൻലാല് ഭംഗിയായിട്ട് ചെറുതുരുത്തിയിലെ കലാമണ്ഡലത്തിലെ അധ്യാപകനായി അല്പസ്വല്പമൊക്കെ വെള്ളമടിക്കുന്ന പാർട്ടിയാണ് അദ്ദേഹം. അവിടെ വെച്ചിട്ട്, ഞാൻ ആ സിനിമയിലെ കാര്യമാണ് പറഞ്ഞത്, അല്ലാത്ത കാര്യമല്ല. അവിടെ അതിൽ ആ കമലദളത്തിൽ ഈ നൃത്തത്തെക്കുറിച്ചൊക്കെ ധന്യമായിട്ട് മോഹൻലാൽ വിവരിക്കുന്നുണ്ട്. അതെല്ലാം നാട്യശാസ്ത്രത്തിലെ വിവരണങ്ങളാണ്. ഈ നാട്യശാസ്ത്രം ഗാന്ധർവവേദത്തിന്റെ ഭാഗമാണ്. സംഗീത ഉപകരണങ്ങൾ ഗാന്ധർവവേദത്തിന്റെ ഭാഗമാണ്. സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതമായാലും ഇതായാലും ഗാന്ധർവവേദത്തിന്റെ ഭാഗമാണ്. ശങ്കരാഭരണം എന്ന സിനിമയിൽ വിദ്യാർത്ഥികൾ ശങ്കരശാസ്ത്രിയെ കളിയാക്കുന്നുണ്ട്. കളിയാക്കിയിട്ട് വെസ്റ്റേൺ മ്യൂസിക്കാണ് സൂപ്പർ എന്നും ഇന്ത്യൻ മ്യൂസിക് ഒന്നുമല്ലെന്നും അവർ വാദിക്കുമ്പോൾ ഈ ശങ്കരശാസ്ത്രികൾ ദൈവികമായിട്ടുള്ള സംഗീതം, അത് ഏത് രാജ്യത്തിലുള്ളതാണെങ്കിലും ദൈവികം തന്നെയാണ്, അതിനെ അപവിത്രമാക്കരുത് എന്നീ കുട്ടികളെയും മറ്റ് ബാക്കി പലരെയൊക്കെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ ഈ കുട്ടികൾ വെസ്റ്റേൺ മ്യൂസിക് ആലപിക്കുമ്പോൾ അത് ശങ്കരശാസ്ത്രിയോട് പാടാനായിട്ട് ഈ കുട്ടികൾ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ശങ്കരാഭരണം ശങ്കരശാസ്ത്രികൾ ആ വെസ്റ്റേൺ മ്യൂസിക് അതേപോലെ അങ്ങോട്ട് ആലപിക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് നിങ്ങൾ ഭാരതീയ സംഗീതത്തിൻ്റെ മഹത്വം അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇനി ഞാൻ ഒരു കർണാടക സംഗീതത്തിലെ 2 വരി പറയാം, നിങ്ങളത് പറയാൻ പറയുന്നുണ്ട്. അങ്ങനെ ശങ്കരശാസ്ത്രികൾ ശങ്കരാഭരണത്തിലെ 2 വരി പറയുകയും ആ കുട്ടികൾക്ക് അതിൻ്റെ തുടക്കം പോലും പറയാൻ പറ്റാതെ പോവുകയും ചെയ്തത് അർത്ഥഗർഭമായൊരു സന്ദേശം നൽകാൻ. ശരിക്ക് അതിവിസ്തൃതമായ സംഗീത മണ്ഡലത്തില് ഒരു ചെറിയ ബിന്ദു മാത്രമാണ് വെസ്റ്റേൺ മ്യൂസിക് ആയാലും പോപ്പ് മ്യൂസിക് ആയാലും ഏത് മ്യൂസിക് ആയാലും. ആകാശം പോലെ വിസ്തരിച്ച് കിടക്കുന്ന സംഗീതത്തിലെ എല്ലാ മണ്ഡലങ്ങളും തൊട്ടിട്ടുള്ളതാണ് ഭാരതീയ സംഗീതം. ഒരിക്കൽ യേശുദാസന്റെ അടുത്ത് ഒരാളൊരു ചോദ്യം ചോദിച്ചു. ഏഷ്യാനെറ്റിൽ വന്നതാണ്, ഞാനത് കേട്ടതുമാണ്. ചില പുതിയ രാഗമുണ്ടാക്കി എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങയുടെ അഭിപ്രായം എന്താണ്? യേശുദാസ് പറഞ്ഞത്, ഉള്ള ഒന്നിനെയും ആർക്കും പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ രാഗങ്ങളെല്ലാം ഇവിടെ ഉള്ളത് തന്നെയാണ്. അദ്ദേഹം അതുപയോഗിച്ച് പുതിയൊരു പാട്ടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലാണ്ട് പുതിയ രാഗം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല എന്ന് പറഞ്ഞ് അതിൽ അദ്ദേഹം നിന്നില്ല. ദാസേട്ടൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ ചെയ്തത്. അപ്പോ എന്തു പറഞ്ഞാലാണോ എല്ലാം അതിലടങ്ങുന്നത്, അതാണ് ബ്രഹ്മം എന്ന് പ്രശ്നോപനിഷത്തില് യജ്ഞവൽക്യ മഹർഷി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ, ഏത് സംഗീതം പഠിച്ചാലാണോ എല്ലാ സംഗീതവുമായത്, ആ സംഗീതമാണ് ഗാന്ധർവവേദം. ആ സംഗീതത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാമവേദം ആലപിക്കുന്നത്. അപ്പൊ ഗാന്ധർവവേദത്തിനകത്ത് 3 ഭാഗമാണുള്ളത്, മറക്കരുത്. സമവേദത്തിന്റെ ഉപവേദമാണ്. ഗാന്ധർവവേദത്തിനകത്ത് 3 ഭാഗമാണുള്ളത്. ഒന്ന് സംഗീതം, ഈ ലോകത്തിലുള്ള എല്ലാ വായ്പാട്ടും അതിനകത്തേക്ക് വരും. 2 സംഗീത ഉപകരണങ്ങൾ. 3 നൃത്തവും നാട്യശാസ്ത്രവുമായിട്ടുള്ളതെല്ലാം. ഇതിലെ ഏതെങ്കിലും ഞാൻ വിവരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ 3-നകത്ത് പെടുത്താവുന്നതാണ് എന്ന് സംക്ഷിപ്തം. ഞാൻ ജസ്റ്റ് ഒരു അബ്സ്ട്രാക്റ്റേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതിന് കാരണം അത്രേ എനിക്ക് അറിയുള്ളൂ. ഒരു 15 ജന്മം പഠിച്ചാലും ഒന്നും ആവില്ല ഇതൊക്കെ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ള ലെവലിലൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
നല്ലോണം വായിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ തോന്നലുകൾ പറഞ്ഞതല്ല, നല്ലോണം വായിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ ഗാന്ധർവവേദം എന്ന് കേട്ടാൽ സാമവേദത്തിൻ്റെ ഉപവേദമാണെന്നറിയണം. ധനുർവേദം എന്ന് കേട്ടാൽ യജുർവേദത്തിൻ്റെ ഉപവേദമാണ്. അർത്ഥശാസ്ത്രം എന്ന് കേട്ടാൽ ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ്. ആയുർവേദം അഥർവവേദത്തിൻ്റെ ഉപവേദമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.